മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സാഹചര്യത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം ചടങ്ങുകളോടെ നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും ദേവസ്വങ്ങൾ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടം. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനായി സൂക്ഷിച്ച വെടിക്കോപ്പുകൾ നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ചിതറിയപ്പോൾ പലരുടെയും ജീവൻ കൂടിയാണ് നഷ്ടമായത്. ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ വേദന വേറെയും. ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് പൂരാഘോഷങ്ങൾ പരിമിതപ്പെടുത്താമെന്ന നിഗമനത്തിലേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എത്തിയത്. പൂരം ചടങ്ങുകളോടെ നടത്തണമെന്ന് പറഞ്ഞാൽ ആചാരവും ജനങ്ങളുടെ വികാരവും കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. പൊതുജനത്തിൻ്റെ ഒരു വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ജില്ലാ ഭരണകൂടം എന്ത് പറയുന്നു അതിനോട് ഉടനെ ചെയ്യും. വെടിക്കെട്ടൊഴിവാക്കി പൂരം ചടങ്ങുകളോടെ നടത്താമെന്ന നിലപാടിലാണ് തിരുവമ്പാടി ദേവസ്വം. സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഒരു വികാരമുണ്ട്, ജനവികാരമുണ്ട്. നമ്മൾ തിരുവമ്പാടി മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ പൂരത്തിന് മുന്നേ നമ്മൾ ധാരാളം മീറ്റിങ്ങുകളും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇരു ദേവസ്വങ്ങളുണ്ട്, ഘടകപൂരങ്ങളുണ്ട്. അവരൊക്കെ എത്രത്തോളം എന്താണ് ഇതിനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് തിരുവമ്പാടി ദേവസ്വം കൂടി ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു തീരുമാനമായിരിക്കും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഉപജീവനം നയിക്കുന്നത്. നിരവധി ബിസിനസ്സുകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.